എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ വൻപയറാണ്. വെള്ളപ്പയർ പറയും, വൻപയർ പറയും, രണ്ട് തരം പേരുണ്ട്. ഇനി വേറെ പേരുണ്ടോ അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയെങ്കിൽ പറഞ്ഞു തരൂ. അപ്പോൾ ഇത് ഞാൻ വറുത്ത് വെച്ചാണ്. ഇതാണ് കറി വയ്ക്കുന്നത്. ഉണ്ടോ, നല്ല കളറ് മാറണ വയ്ക്ക് ഞാൻ വറുത്ത് വെച്ച്. ഞാൻ വറുത്തിട്ടാണ് എപ്പോഴും കറി വയ്ക്കുക. എല്ലാ പയറുകളും അതുമാതിരി ഞാൻ വറുത്ത് വെച്ച പയറാണ്. അപ്പോൾ ഇത് വൻപയർ പറയും, പിന്നെ വെള്ളപ്പയർ പറയും. അതിന് വേണ്ട അരപ്പാണ് തേങ്ങ, പിന്നെ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, 3 പൊടിയുണ്ട് കണ്ടോ. പിന്നെ കായം കട്ടക്കായാണ് ഇതും ഇടുന്നുണ്ട്. പിന്നെ അത് കൂടെ ഇടുന്ന നമ്മുടെ വഴുതനങ്ങ, നമ്മുടെ സ്വന്തം വഴുതനങ്ങയാണ്, ചെറിയ വഴുതനങ്ങയാണ്, 2-3 ഉണ്ട്. നമുക്ക് ഇതും കൂടെ കറി വയ്ക്കുന്നത്. അപ്പം പുളിയൊക്കെ വെച്ചുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വയ്ക്കുന്നത്, എന്തൊക്കെ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇത് ആദ്യം വേവിക്കണം. ഇത് കുക്കറിലിട്ട് വേവിച്ച ശേഷം സെറ്റാക്കി വരട്ടെ. അരപ്പൊക്കെ സെറ്റാക്കി കൊണ്ടുവരാം. അതിന് ശേഷം നമുക്ക് കാണാം. അപ്പം നമ്മുടെ കറിക്ക് ചട്ടി വെച്ച് ചൂടായി എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു വറവ് ഇടണം. പയറും വഴുതനങ്ങയും വേവിച്ച് വെച്ചിട്ടുണ്ട്. കടുകിടാം. അപ്പം അങ്ങനെ കടുക് പൊട്ടി നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് വെക്കാം. രണ്ട് മണി ഉലുവ ഇടുന്നുണ്ട്. ഉലുവ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. കടല ഉഴുന്നുപരിപ്പ് നമ്മുടെ 4 വെളുത്തുള്ളി, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ അരിഞ്ഞതാണ്. സവാള ഇട്ടുകൊടുക്കാം. അഞ്ചാറെണ്ണം കുഞ്ഞുള്ളി ഇട്ടുണ്ട്. അങ്ങനെ ഏകദേശം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നു. കറിവേപ്പില ഇടുന്നുണ്ട്. കൂടെ തന്നെ പച്ചമുളക് 2-3 ഇടുന്നുണ്ട്. പച്ചമുളക്, തക്കാളി വേണമെങ്കിൽ ഇടാൻ ഞാൻ ഇടുന്നില്ല. ഞാൻ പുളിയാണ് ഒഴിക്കുന്നത്. രണ്ട് വരണം, കളറൊക്കെ മാറി വരണം. അപ്പോൾ നമ്മുടെ വറവിലാണ് നമ്മുടെ കറി ടേസ്റ്റ്. വേണമെങ്കിൽ ഇട്ടാൽ മതി. ഉലുവ ഇടണം കേട്ടോ. അപ്പോൾ നല്ല രസം ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കടുക്, ഉള്ളി, ഉലുവ എല്ലാം ഇടണം. പ്രത്യേക ടേസ്റ്റുള്ളൊരു കറിയാണ്. ആരെങ്കിലും ഉണ്ടാക്കാത്തതനുസരിച്ച് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ വറവൊക്കെ സെറ്റായി. നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വഴുതനങ്ങയും പയറും കണ്ടോ, നല്ല വെന്ത്. ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ടുണ്ട്, ലേശം കുറച്ച്. നല്ല വെന്ത് സെറ്റായി. അടിപൊളി ടേസ്റ്റുള്ളൊരു പ്രത്യേക തരം കറിയാണ്. എല്ലാവർക്കും അറിയും, അറിയാത്തവരൊക്കെ ഉണ്ടാക്കി കഴിച്ചെന്ന് നോക്കണം. അപ്പോൾ ടേസ്റ്റ് അറിയുള്ളൂ. 2 ദിവസം വെച്ച് കൂട്ടാം, ഒന്നും പ്രശ്നമാവില്ല. അങ്ങനെ ഇരിക്കും. 2 ദിവസം 3 ദിവസമൊക്കെ നമുക്ക് കൂട്ടാം. കുട്ടികൾക്കൊക്കെ പറ്റിയൊരു കറിയാണ്. സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാനും ചോറ് കൊണ്ടുപോകാനൊക്കെ നല്ല ജോലിക്ക് പോകാനൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഇനി ഇതിൽ തേങ്ങ വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേണ്ട അങ്ങനെ ആക്കാം. ഞാൻ തേങ്ങ ഒരു പ്രാവശ്യം കൂട്ടിയിട്ടുണ്ട്. നമുക്കിനി കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കാം. നോക്കിയിട്ട് നമുക്ക് വേണ്ട ഒഴിച്ച് കൊടുക്കാം. അല്ലാണ്ട് പുളി വേണ്ട, ഒരു ലേശം മതി. ഇളക്കി കൊടുക്കാം. പുളി ഒഴിക്കണം കുറച്ച്, അപ്പോഴാണ് ടേസ്റ്റ്. തക്കാളി വേണമെങ്കിൽ ഇടാൻ ഞാൻ തക്കാളി ഇട്ടിട്ടില്ല. നമ്മുടെ വൻപയറും വഴുതനങ്ങയും കൂടെയുള്ള കറിയാണ്. അടിപൊളി ടേസ്റ്റായ ഒരു കറിയാണ്. പ്രത്യേകം വീണ്ടും പറയണു. ചോറിനും നമ്മുടെ പലഹാരങ്ങൾക്കും ഒക്കെ പറ്റും. പുളി കമ്മിയാക്കിയാൽ മതി മാത്രമേ ഉള്ളൂ. കുറച്ച് പുളി ഒഴിക്കണം, അപ്പോൾ ടേസ്റ്റ്. ഇഡ്ഡലി, ദോശ, പുട്ട്
ഒക്കെ ഒന്ന് കൂട്ടാൻ പറ്റിയ അടിപൊളി ടേസ്റ്റായൊരു കറിയാണ്. ലേശം ഉപ്പ് കമ്മിയുണ്ട്, ഞാൻ ലേശം ഉപ്പ് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ സെറ്റായി വന്നു. നമുക്ക് പയറും വഴുതനയും വേവിച്ച് വെച്ചാൽ സുഖം ഉണ്ടാക്കാൻ നമ്മുടെ അരപ്പ് മുളക്, മല്ലി, മഞ്ഞൾ, തേങ്ങ, 2 ചെറിയ ഉള്ളി ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കണ്ടോ അരപ്പ് സെറ്റാ. മല്ലി ഇടുന്ന അപ്പോൾ ടേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. കണ്ടോ കാണുമ്പോഴേ വായിൽ വെള്ളം വരും. ചോറുണ്ണ വേറെ ഒന്നും വേണ്ട, നല്ല വെള്ളം ഇതാണ് ഒഴിച്ച് കൊടുക്കാം. മല്ലിയില, കറിവേപ്പില എല്ലാം ഇടാം. കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റായ നമ്മുടെ വൻപയർ കറി, വൻപയറും വഴുതനയും കൂടുള്ള സാമ്പാർ കറി, അങ്ങനെ കൂടി പറയാം. പേരൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാറ്റി മറിച്ചിടാന്ന്. വൻപയർ സാമ്പാർ, വെറും പുളി മാത്രം വെച്ചിട്ടുണ്ടാക്കും വൻപയർ പുളി, അങ്ങനെയും പറയാം. വൻപയർ പുളി. നമ്മുടെ കിളികളൊരു ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുകയാണ്, എന്നെ സംസാരിക്കാൻ വിടുന്നില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്, നല്ലതുമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി സെറ്റായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. വൻപയറും വഴുതനങ്ങയും കറി സൂപ്പർ ടേസ്റ്റായ കറിയാണ്. ഉണ്ടോ? അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും കാണാം. അടിപൊളി ടേസ്റ്റായ 2 ദിവസം 3 ദിവസം വെച്ച് കൂട്ടാൻ ഇഡ്ഡലി, ദോശ, പുട്ട്, ചോറ് എല്ലാറ്റിനും പറ്റും. ഉണ്ടാക്കാതൊക്കെ ഉണ്ടാക്കി നോക്കൂ. 2-3 മിനിറ്റ് തിളയ്ക്കണം നമ്മുടെ ഇതൊക്കെ ഇട്ടിട്ട്, അരവിട്ടിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.